ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ നാടൻ ഒരു ചേമ്പും കൂട്ടാനായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ വലിയമ്മയൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇത് ഒറ്റയ്ക്ക് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ കഞ്ഞിയോ ചോറോ ഒക്കെ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. നമ്മൾ കഴിക്കുന്ന രീതിക്കൊരു ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ചേമ്പ് നന്നാക്കിങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും ഇട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊക്കെ മുളക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇട്ട് കൊടുക്കുന്ന ചീനപ്പറങ്കിയാണ്. അപ്പോൾ നിങ്ങളടുത്ത് പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഞാനിത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് 5-6 മാസമായി. അപ്പോൾ ഇതിങ്ങനെ ഇടാൻ നാട്ടിലായിരുന്നപ്പോൾ വേഗവും ചെയ്തു, പിന്നെ അങ്ങനെ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വിട്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകട്ടത്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ അടച്ചു വെക്കാം. ഇനി നമ്മളിതൊക്കെ പുളിയാണ് പാർന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക. കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെറിയ ചേമ്പ് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണം. ആ ചേമ്പ് അതുപോലെ തന്നെ നന്നാക്കി ഇടണം, അല്ലാതെ നുറുക്കൊന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ പുളി ഒഴിച്ചിന വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോഴത്തേന് ഞാൻ വന്നപ്പോഴത്തേന് ഇത് ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ ലാസ്റ്റ് പുളി വീഞ്ഞൊഴിച്ചത്, അതാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ തേങ്ങ അരച്ച് പാരണം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, അതുപോലെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കിത് കുറച്ച് ചാറ് കൊടുക്കാനേ തോന്നും, പക്ഷെ ഇത് ചൂടാറിയ നല്ല കുറുക്കനായിട്ടുണ്ടാകും. നമ്മളെ കൂട്ടാനൊന്ന് കടർത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ടീസ്പൂൺ കടുകുകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കറിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. ഷൂട്ടിങ്ങും ഇതൊക്കെ പാടെ ആയതുകൊണ്ടാണ് അതിൽ ഇതൊക്കെ ഇങ്ങനെ വെന്തുടങ്ങിയിട്ട് കറി പോലെ ഉള്ള, ഇല്ലെങ്കിൽ ഇതുപോലെ ഓരോ ഉരുണികളായിരിക്കും. അപ്പോൾ ആ ഉരുണികൾ നമ്മൾ ഇതുപോലെ ഒരു ഈർക്കിൾ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ ഈർക്കിൾ നമ്മൾ ഈ പച്ച പോലെ ഉണ്ടാവില്ലേ, അയിമെന്ന് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കുത്തിയെടുത്ത് ഇങ്ങനെ തിന്നുക. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇതിങ്ങനെ കുത്തിയെടുത്ത് കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് വെറുതെ കട്ടൻ ചായൻ്റെ ഒപ്പം ഒക്കെ 10 മണിക്കൊക്കെ ഇങ്ങനെ തിന്നാം. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിനെ ഒരുപാട് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് പണ്ടത്തെ ഇപ്പമ്മേറ്റൊക്കെ ഉണ്ടാവും, പണ്ടത്തെ പോലൊക്കെ ഉണ്ടാവില്ലോൽക്കൊക്കെ അങ്ങനെ കഴിച്ചിട്ടൊക്കെ ശീലം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.